ഹായ്, ഇന്നിപ്പോ +2 ബയോളജി സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഓപ്ഷൻ പോലെ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് ഈ MBBS അഡ്മിഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ +2 ബയോളജി സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് MBBS അഡ്മിഷൻസിന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമുക്ക് ഇന്ത്യയിൽ തന്നെ MBBS, സെക്കൻഡ് നമുക്ക് വരുന്നത് ഇപ്പൊ അബ്രോഡ് ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ MBBS നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലിപ്പോ നമുക്ക് ഇന്ന് നമ്മള് അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമ്മളിപ്പോ അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ നമുക്ക് മെയിൻലി നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോ ചൂസ് ചെയ്യുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി NMC ഗൈഡ് ലൈൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൺട്രി ആണോ എന്നുള്ളതാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. അപ്പൊ എല്ലാവരും ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ NMC എന്നുള്ളത്. അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. നമുക്കിപ്പോ 2021 നവംബർ 18 നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കുറച്ച് നോംസ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ആ ഒരു നോംസ് ഇപ്പൊ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കിപ്പോ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ അബ്രോഡ് പോയി പഠിക്കാനായിട്ട് നോക്കുന്ന സ്റ്റുഡൻസ് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതിപ്പോ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ ഒരു കോഴ്സിന് ശേഷം നമുക്കിപ്പോ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ക്വാളിഫിക്കേഷൻ എക്സാംസ് എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പോ നിലവിൽ നമുക്കിപ്പോ ക്വാളിഫിക്കേഷൻ എക്സാം വരുന്നത് FMG എക്സാം ആണ്. അപ്പോ FMG എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം അബ്രോഡ് പോകുമ്പോ എന്ന് പറയുന്നത്. ഇപ്പൊ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഹൈ സ്കോർ വേണം എന്നൊക്കെ. നമുക്ക് അങ്ങനെയൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കുമല്ലോ, അതിന് മുകളിൽ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അബ്രോഡ് MBBS പോസിബിൾ ആയിരിക്കും. ഇനിയിപ്പോ നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്കിപ്പോ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു ഓപ്ഷൻസ് ആണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് നീറ്റിന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോ ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി WHO ലിസ്റ്റഡ് ആണോ എന്നുള്ളതാണ്. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഡ്യൂറേഷൻ ആണ് വരുന്നത്. ഇപ്പോ നമ്മൾ അബ്രോഡ് പോയി പഠിക്കുമ്പോൾ അവിടുത്തെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 54 മാസമായിരിക്കണം. അതായത് നമ്മുടെ ഇന്ത്യയിലത്തെ പോലെ തന്നെ 4.5 years ആയിരിക്കണം നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു കോഴ്സിന് ശേഷം 54 മാസത്തെ കോഴ്സിന് ശേഷം 1 year കമ്പൽസറി ഇന്റേൺഷിപ്പും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. നമുക്കിനിയിപ്പോ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലായിരിക്കണം എന്നാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ചൂസ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ടല്ലോ, അവിടെ നമുക്കിപ്പോ നമ്മളെ ആ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നത് അവരുടെ ലാംഗ്വേജിലായിരിക്കരുത്, ഇംഗ്ലീഷിലായിരിക്കണം എന്നാണ് നെക്സ്റ്റ് പോയിന്റിലായിട്ട് നമുക്ക് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്കിപ്പോ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസ് ആണ്. അതായത് നമ്മൾ ആ ഒരു കൺട്രിയിൽ നമ്മുടെ ആ ഒരു കോഴ്സ് പ്ലസ് ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കൺട്രിയിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഇന്ത്യൻ സിലബസിൽ വരുന്ന ഒരു 19 സബ്ജക്ട്സ് ഉണ്ട്. ഈ 19 സബ്ജക്ട്സും അവരുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്കും പോയിന്റ്സ് ആണ് നമുക്ക് 2021 നവംബർ 18 NMCയിൽ പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ മെയിൻലി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കൺട്രി ചൂസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോ NMC റൂൾസിനെ കുറിച്ചെല്ലാം നോക്കിയല്ലോ. നമുക്കിപ്പോ NMC റൂൾസ് മാത്രമല്ല മെയിൻലി നോക്കേണ്ടി വരുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കൺട്രി, ആ ഒരു കൺട്രിയിൽ പോപ്പുലേഷൻ, പിന്നെ അതുപോലെ ക്രൈം റേഷ്യോ കുറഞ്ഞ ഒരു കൺട്രി ആണോ, പിന്നെ അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണോ, പിന്നെ അതുപോലെ ഫീസ് സ്ട്രക്ചർ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിൻലി ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NMC, പിന്നെ അതുപോലെ ആ ഒരു കൺട്രി, യൂണിവേഴ്സിറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രോപ്പർലി ചെക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമുക്ക് അബ്രോഡ് MBBS എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് +2 ബയോളജി സയൻസ് കഴിഞ്ഞ ഇപ്പോ ഓൾമോസ്റ്റ് കുറെ സ്റ്റുഡൻസ് ഒക്കെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അതിൽ MBBS മാത്രം മെയിൻലി നോക്കി നിൽക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോ ചെറിയൊരു മാർക്കിന്റെ ബേസിലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ ഈ ഒരു MBBS
MBBS പഠനം പാതി വഴിയിൽ മുടങ്ങി പോകുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് എബ്രോഡ് MBBS എന്ന് പറയുന്നത്. നമുക്കിപ്പോ NMC നോംസ് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന ഇപ്പോ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ MBBS പഠനം പൂർത്തിയാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസും പിന്നെ അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡു കോൺടാക്ട് വിത്ത് സൈറോ എഡ്യൂക്കേഷൻ.